ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 40-ൽ 40 മാർക്ക് തന്നെ നമുക്ക് സെറ്റ് ആക്കാനാണ് ഈ ഒരു വീഡിയോ. എല്ലാ ഭാഗത്തു നിന്നും എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് മിസ് ഇതാ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് A+ പക്കയാക്കണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ തന്നെ പഠിക്കണം. അത് വെൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ ഇതാ നമ്മുടെ 100% ഷുവർ ക്വസ്റ്റ്യൻസിന്റെ മാരത്തോൺ ലൈവ് ആണ് ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ളത്. എല്ലാ മക്കളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി കറക്റ്റ് ആണ് ലൈവിൽ വരിക. അവിടെ എല്ലാ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ് അടക്കം, അതായത് 1ഉം 2ഉം ചാപ്റ്ററിലെ കോൺസെപ്റ്റ് അടക്കം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കുന്നതാണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമിൽ തന്നെ ലൈവിലേക്ക് വരണം കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ മക്കളെ, ചൂസ് ദ സ്റ്റോർഡ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ഇൻ ലെഗ്യൂംസ്. അല്ലെ, പയറുവർഗ്ഗങ്ങളിലെ അന്നജ സംഭരണ രൂപം ഏതാണെന്നാണ് ചോദ്യം. വേറൊന്നുമല്ല, നമ്മുടെ പ്രോട്ടീൻ ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോസ് സിന്തസിസ് എന്ന് പറയുന്ന അനബോളിസം ആണ്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എന്ത് മെറ്റബോളിസം അല്ലെങ്കിൽ എന്ത് പ്രക്രിയയാണെന്നാണ്, കാറ്റാബോളിസം ആണ്. എന്താണ്, കാറ്റാബോളിസം ആണ്. അതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഓസ്മോസിസ് വഴിയാണെങ്കിൽ സാൾട്ടിന് ട്രാൻസ്പോർട്ട് നടക്കുന്ന മെക്കാനിസം ആണിത് മക്കളെ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ജലം ഓസ്മോസിസ് വഴിയും ലവണങ്ങൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അമീബയ്ക്ക് നമ്മൾ അറിയും സ്യൂഡോ പൊടിയാണ് ഫുഡ് റിസീവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രേനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മക്കളെ ടെന്റിക്കിൾ എന്ന് പറയുന്ന അവയവം. ടെന്റിക്കിൾ എന്ന് പറയുന്നത്, അപ്പം അമീബയിൽ സ്യൂഡോ പൊടിയാണെങ്കിൽ ഹൈഡ്രയിൽ എന്താണ്, ടെന്റിക്കിൾ ആണ്. ഡാഷ് ദ ഡാഷ് ഓഫ് ഈസോഫാഗസ് ഹെൽപ്സ് ഇൻ ബ്രിങ്ങിങ് ഫുഡ്സ് ടു സ്റ്റൊമക്. ഭക്ഷണം സ്റ്റൊമക്കിലേക്ക് എത്തിക്കാൻ നമ്മുടെ അന്നനാളം ഈസോഫാഗസിൽ ഒരു മൂവ്മെന്റ് ഉണ്ട്, അതാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് എന്ത്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ്. എന്താണ്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ്. ഇനി ഡാഷ് ഓഫ് how does uvula and epiglottis help in swallowing food? ഉവലയും എപ്പിഗ്ലോട്ടിസും എങ്ങനെയാണ് നമുക്ക് ഭക്ഷണം വിഴുങ്ങാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ്. അല്ലെ, നാക്ക് എന്ത് ചെയ്യുന്നു, ഭക്ഷണത്തെ നല്ല രീതിയിൽ ആവുന്നു, ഗ്ലോബ് പോലെ ഒരു ഗൊബ്യൂൾ പോലെ ആക്കുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, ഒരു പാലറ്റിന്റെ ഹെൽപ്പ് വഴിയാണ് അതിനെ ഒരു ബോൾ പോലെ ആക്കുന്നത്. എന്നിട്ടോ ഊവുല ക്ലോസസ് നേസൽ കാവിറ്റി ഓപ്പൺസ് ടു ഫാരിങ്സ്. രസനയിലേക്ക് തുറക്കുന്ന നാസാഗോരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. ആൻഡ് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ടങ് അലോ ഫുഡ് ടു മൂവ് ടു എപ്പിഗ്ലോട്ടിസ് ഇൻ ടു ഫാഗസ്. എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യുന്നു, ഭക്ഷണത്തെ നേരെ നമ്മുടെ അന്നനാളത്തിലേക്ക് ഈസോഫാഗസിലേക്ക് കടത്തിവിടുന്നു. ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ക്ലോസ്ഡ് ബൈ എപ്പിഗ്ലോട്ടിസ്. ട്രക്കിയ റൈസ് അപ്പ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു, എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ആവുന്നു. അങ്ങനെയാണ് ഭക്ഷണം പ്രോപ്പർ ആയിട്ട് അന്നനാളത്തിലേക്ക് ഈസോഫാഗസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഉവിലയും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന എപ്പിഗ്ലോട്ടിസും എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഈ പിക്ചർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നത്. ഇതിന്റെ സ്റ്റെപ്പും ഓർഡറും നിർബന്ധമായിട്ടും പഠിക്കുക. അടുത്ത നോക്കിക്കേ, 7 മുതൽ 13 വരെ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതിൽ 2 മാർക്കാണ് അതിനുള്ളത്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലറ്റ്. അല്ലെ, തന്നിരിക്കുന്നതിൽ നടക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി എന്താ വരിക, ഉരുളകളാക്കി കഴിഞ്ഞാല് uvula closes nasal cavity opens to pharynx. അല്ലെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും posterior part of tongue allowed food to move over the epiglottis into ആണ് പറയുന്നത്. അപ്പം അതിന് മുന്നേ ബി ആയിട്ട് വരുന്നത് ഏത് ഭാഗമാണ്, ഇതാണ് uvula ക്ലോസ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ ബി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ബി ക്വസ്റ്റ്യനിൽ എഴുതുന്നത്, അല്ലെങ്കിൽ ബിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. posterior part of tongue allow the epiglottis to esophagus. അല്ലെ, അതാണ് ഇവിടെ സി ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡി ആയിട്ട് എന്താ എഴുതേണ്ടത്, ലാസ്റ്റ് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് എ ആണ്, ആൻഡ് ഇതാണ് ബി ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇയും ബിയുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ആയിട്ട് ചോദിക്കും, ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് അനുസരിച്ച് എഴുതാൻ ചോദിക്കും. അപ്പൊ ഇതിന്റെ ഓർഡർ പഠിച്ചു വെക്കണം. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിക്കേ, ഡാർക്ക് ഫേസ്. ഇവിടെ കറക്റ്റ് മിസ്റ്റേക്സ് ഇൻ അണ്ടർലൈൻ പാർട്ടാണ്. അടിവരി ഇട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനാണ് നമ്മളോട് പറയുന്നത്. ഡാർക്ക് ഫേസ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാനയാണോ, അല്ല. ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെയാണ്, സ്ട്രോമയിലാണ്. ഡാർക്ക് ഫേസിൽ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻഡ് ഫോർ പ്രോട്ടീൻ ആണോ, അല്ല. എന്താ നടക്കുന്നത്, ഗ്ലൂക്കോസ് ആണ്. ഡാർക്ക് ഫേസിൽ ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ഓക്സിജൻ എക്സ്പെൽസ് ഇൻ ലൈറ്റ് ഫേസ്. അല്ലെ, പ്രകാശഘട്ടത്തിൽ ഓക്സിജനെ പുറം തള്ളുന്നുണ്ട്. ഇനി അടുത്ത ചിത്രം നോക്കിക്കുക മക്കളെ. ഐഡന്റിഫൈ എ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ. ഹൃദയത്തിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ കാണുന്ന ഈ ഭാഗത്തിന് എന്താ പറയുന്നത്, പെരികാർഡിയം എന്നാണ് പറയുന്നത്. പെരികാർഡിയത്തിന്റെ ഫംഗ്ഷൻ എന്താ മക്കളെ, പെരികാർഡിയത്തിന്റെ ഫംഗ്ഷൻ മറ്റൊന്നുമല്ല, ഇത് ചെയ്യുന്നു, ഇറ്റ് പ്രൊട്ടക്ട് ദ ഹാർട്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ഇറ്റ് കവേഴ്സ് ദ ഹാർട്ട്. അല്ലെ, ഹാർട്ടിനെ കവർ ചെയ്യുന്നു. അവിടെ കാണുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ദ ഹാർട്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക് ആൻഡ്
helps to reduce friction between the membrane അല്ലെ. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ് പെരികാർഡിയത്തിന്റെ ഫംഗ്ഷൻ. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹാർട്ട്, അതാണ് എന്ത് പെരികാർഡിയത്തിന്റെ ഫംഗ്ഷൻ. അവിടെ കാണുന്ന ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പ്രിവെന്റ് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്, ബാഹ്യ ശബ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് പെരികാർഡിയമാണ്. ഇനി അടുത്ത നോക്കിക്കേ, സെലക്ട് ആൻഡ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാംഗ്രൂവ്സ്. മാംഗ്രൂവ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? കണ്ടൽക്കാടുകളുടെ ധർമ്മം എന്താണ്? സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത് ആൻഡ് പ്രിവെന്റ് ദ സുനാമി അല്ലെ. മത്സ്യസമ്പത്തിന്റെ ഉറവിടം, അതുപോലെ സുനാമിയെ തടയുന്നു. അവ എന്താണ്? കണ്ടൽക്കാടുകളുടെ പ്രത്യേകതകളാണ്. ബയോഡൈവേഴ്സിറ്റിന്റെ സ്റ്റോറേജ് ആണ്, കോസ്റ്റൽ സോയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇവരുടെ ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസ് പഠിച്ചു വെക്കുക. ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നിട്ടുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഓസ്മോസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ മോളിക്യൂൾ മൂവ് ഫ്രം an area of less concentration to an area of greater concentration. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലെ. കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തത്, ഡിഫ്യൂഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ. ശരിയാണ് അല്ലെ. ഹയർ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് ഒരു ഗ്യാസ് മോളിക്യൂളിലെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി CO, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇസ് ആൻ ആക്ടിവിറ്റി ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. തെറ്റാണ് അല്ലെ. അവർക്ക് എനർജി വേണം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ ഊർജം ആവശ്യമാണ്. അടുത്ത ചിത്രം നോക്കി, ABCD തന്നിട്ടുണ്ട്. എല്ലാം ലേബൽ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. A എന്ന് പറയുന്നത് ലിവർ ആണ്, കരളാണ്. B എന്ന് പറയുന്നത് ഗോൾ ബ്ലാഡർ, പിത്തസഞ്ചി. C എന്ന് പറയുന്നത് പാങ്ക്രിയാസ് ആണ്. D എന്ന് പറയുന്നത് ഡിയോഡിനമാണ്, പക്വാശയമാണ് കേട്ടോ. മാറിപ്പോവാതെ തന്നെ അതിന്റെ ഭാഗങ്ങൾ പഠിച്ചു വെക്കാം. Classify appropriately according to the indicators given below. Higher concentration to low concentration-ലേക്ക് പോകുന്നത് ഏതാണ് മക്കളെ? ഹയർ ടു ലോവർ നമ്മുടെ ഓസ്മോസിസ് ആണ്. അതുപോലെ ഓസ്മോസിസ് ആണ് കേട്ടോ. ഓസ്മോസിസ് ആണ്. കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നത് ഓസ്മോസിസ് ആണ്. അതേപോലെ തന്നെ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതാണ് നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലെ. ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് പോകുന്ന മെക്കാനിസം ആണിത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സോൾട്ടിന്റെ ട്രാൻസ്പോർട്ടേഷൻ. അടുത്തൊരു ചിത്രമാണ് തന്നിട്ടുള്ളത്. നെയിം ദ പാർട്ട് ഓഫ് ദ ഇമേജ് വിച്ച് ലേബിൾഡ് as എക്സ്. എക്സ് എന്താണെന്ന് എഴുതണം. നെയിം ദ പ്രോസസ് ഇൻ ദ ഇമേജ്, ഡിഫൈൻ ദ പ്രോസസ്. തന്നിട്ടുള്ളത് എന്താണ് മക്കളെ? സെമി പെർമിബിൾ മെംബ്രെയിൻ ആണ് അല്ലെ. ഈ എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് അർദ്ധതാര്യ സ്ഥലമാണ്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പ്രോസസ് എന്താണ്? ഓസ്മോസിസ് ആണ്. ഓസ്മോസിന്റെ മെക്കാനിസം എന്താണ് മക്കളെ? ഓസ്മോസിന്റെ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. Transfer of water molecules from higher concentration to lower concentration through semi-permeable membrane. അല്ലെങ്കിൽ നമുക്ക് പറയാം ജലതന്മാത്രകൾ കൂടിയ ഗാഢതയിൽ നിന്നും കുറഞ്ഞ ഗാഢതയിലേക്ക് അർദ്ധതാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്നതിനെ നമ്മൾ എന്തു പറയുന്നു? ഓസ്മോസിസ് എന്ന് പറയുന്നു. അത് ഓർത്തു വെക്കണേ. ടേം ചോദിക്കും, ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും, ഇവിടെ കാണുന്ന മെംബ്രെയിൻ ഏതാണെന്നും ചോദിക്കും. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടയാളപ്പെടുത്തിയ ഭാഗം അതത് സ്ഥലം ചിത്രം സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഏതാണ്? ഓസ്മോസിസ് ആണ്. അപ്പം ഈ ഒരു ഡെഫിനിഷനും കൂടെ പഠിച്ചു വെക്കാം. അടുത്തത് കംപ്ലീറ്റ് ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. നമ്മൾ പഠിക്കുന്നതാണ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് പാസസ് ട്വൈസ് ത്രൂ ദ ചാമ്പേഴ്സ് ഓഫ് ഹാർട്ട്. ഹൃദയത്തിലൂടെ 2 തവണ രക്തം സഞ്ചരിക്കുന്നു. അതിനെയാണ് നമ്മൾ ദ്വിപര്യനം അല്ലെങ്കിൽ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. 2 സർക്കുലേഷൻ ആണ് അതിൽ വരുന്നത്. ഒന്നാമത്തേത് സിസ്റ്റമിക് സർക്കുലേഷനും രണ്ടാമത്തേത് പൾമനറി സർക്കുലേഷനും. സിസ്റ്റമിക് പര്യനം അതുപോലെ തന്നെ പൾമനറി പര്യനം. സിസ്റ്റമിക് പര്യനം സ്റ്റാർട്ട് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ നിന്ന് തുടങ്ങി വലത് ഏട്രിയത്തിലാണ് അവസാനിക്കുന്നത്, റൈറ്റ് ഏട്രിയത്തിലാണ് അവസാനിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ പൾമനറി സർക്കുലേഷൻ എവിടെ നിന്ന് തുടങ്ങുന്നു? വലത് വെൻട്രിക്കിൾ നിന്ന് തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നത്. സ്റ്റാർട്ട് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ്സ് ഇൻ ദി ലെഫ്റ്റ് ഏട്രിയം ആണ്. അപ്പൊ അത് ഓർഡറിൽ പഠിച്ചു വെക്കാം. അടുത്തത് കറക്റ്റ് പെയർ ആക്കാനാണ് നോക്കുക. പ്രോട്ടീൻ അതുപോലെ തന്നെ ഹോർമോൺസ് പെയർ ആക്കിയ പോലെ ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ആണ്, ലിപ്പിഡ് ഫാറ്റ് ആണ്,
പ്രോട്ടീൻ എൻസൈംസ് ആണ്. ന്യൂക്ലിക് ആസിഡ്സിനെ പെയർ ചെയ്യുന്നതാണ് എന്ത് RNA അതുപോലെ DNA എന്ന് പറയുന്നത്. വെയിൻസ്, കാപ്പിലറീസ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആർട്ടറീസ്. ഇത് എപ്പോഴും മാച്ച് ഫോളോയിങ് ആയിട്ട് ടേബിൾ ആയിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക. വാൾവുകൾ കാണുന്നത് നമ്മുടെ വെയിനിലാണ്. അതുപോലെ തന്നെ ബ്ലഡ് ടു ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് വെയിൻ ആണ്. ഇനി മൈന്യൂട്ട് പോസ് കാണുന്നത് കാപ്പിലറീസ് ലോമികകളിലാണ്. അതുപോലെ തന്നെ എന്താണ് കാപ്പിലറീസിൽ ഒറ്റ നിര കോശങ്ങൾ സിംഗിൾ റോയിലാണ് നമ്മൾ കാണുക. അതേപോലെ ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹയർ പ്രഷർ, കൂടുതൽ പ്രഷറിൽ സഞ്ചരിക്കുന്ന ആർട്ടറിയിലാണ് തിക് ആൻഡ് ഇലാസ്റ്റിക് ബോൾസ്. ഇലാസ്റ്റികതയുള്ളതും കട്ടിയുള്ളതും നമ്മൾ കാണുന്നത് എവിടെയാണ്? നമ്മൾ ധമനികളിലാണ് കാണുന്നത്. അപ്പം ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അത് ടേബിൾ ആയിട്ട് തന്നെ എഴുതണം. ടേബിൾ ആയിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ടേബിൾ ആയിട്ട് അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് തന്നെ എഴുതണം. Write the importance of following related to human digestive system. The certain bacteria reside in the large intestine. അവർ എന്ത് ചെയ്യുന്നു? വിറ്റാമിൻ കെയും ബി കോംപ്ലക്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുന്നു? സ്റ്റൊമക്കിൽ കാണുന്നത് ഇറ്റ് ഡിസ്ട്രോയ് ജേംസ് അല്ലെ, ഭക്ഷണ പദാർത്ഥങ്ങളെ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് HCl അവിടെ കാണുന്നത്. ചെറുകുടലിലെ ഭിത്തിയിൽ വില്ലസുകൾ കാണുന്നു. അത് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രതല വിസ്തീർണം കൂട്ടി പോഷകങ്ങളെ ആഗിരണം ചെയ്യുന്നു, ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നു. അടുത്ത നോക്കിയ 19ാമത്തെ ക്വസ്റ്റ്യൻ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. വൈ ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻടു സ്റ്റാർച്ച്? ഗ്ലൂക്കോസ് ഒരു അന്നജമാക്കി മാറ്റുന്ന എന്തിനാണ്? ഗ്ലൂക്കോസ് പെട്ടെന്ന് ജലത്തിൽ ലയിക്കുന്നു. ഇറ്റ് ഇസ് ഈസിലി സൊല്യൂബിൾ ഇൻ വാട്ടർ. ആൻഡ് ഹൗ ഡസ് പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച്? എങ്ങനെ സ്റ്റാർച്ചിനെ യൂട്ടിലൈസ് ചെയ്യുന്നു? എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്, വിവിധ പലതരത്തിലുള്ള ഫോംസിലേക്ക് മാറ്റിയിട്ട്. ഹൗ ഡസ് സ്റ്റാർച്ച് റീച്ച് പാർട്സ് ഓഫ് ദ ഫ്ലോയം? പല രീതിയിൽ അല്ലെങ്കിൽ ഇലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാർച്ചിനെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് എങ്ങനെയാണ്? ഫ്ലോയിഡ് കോംപ്ലക്സ് ടിഷ്യൂ ആയ ഫ്ലോയം ടിഷ്യൂവിലൂടെയാണ്. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ ആണ്. എക്സ് എന്ന് പറയുന്നത് ഗോൾ ബ്ലാഡർ ആണ്. വൈ എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. നെയിം എനി ടു എൻസൈം പ്രസന്റ് ഇൻ ഡൈജസ്റ്റീവ് ജ്യൂസ് ബൈ എക്സ്. വൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. അതിൽ ഉണ്ടാക്കുന്ന എൻസൈമുകൾ ഏതാണ്? ട്രിപ്സിനും ലിപ്പേസുമാണ്. ഈ എക്സ് എന്ന് പറയുന്നത് ഗോൾ ബ്ലാഡർ ആണ്. അവരെന്ത് ചെയ്യുന്നു? എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റിൽ അവിടെ ഉണ്ടാകുന്ന ബൈൽ ജ്യൂസ് എന്ത് ചെയ്യുന്നു? കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നു. അപ്പൊ എല്ലാത്തിന്റെയും ഫംഗ്ഷൻസും ഭാഗങ്ങളും അടയാളപ്പെടുത്തി പഠിക്കാം. ചിത്രം പകർത്തി വരച്ചു ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാ മക്കളെ? ജീവനുള്ള കല എന്ന് പറയുന്നത് ഡെന്റൈൻ ആണ്. ഡെന്റൈൻ ആണ് കേട്ടോ, ഡെന്റൈൻ ആണ്. ഇനി രക്തക്കുഴലുകൾ കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നതോ പൾപ്പ് ക്യാവിറ്റി ആണ്. എന്താണ്? പൾപ്പ് ക്യാവിറ്റി ആണ്. പൾപ്പ് ക്യാവിറ്റി ആണ്. പല്ലിന്റെ ഏറ്റവും കടുപ്പമുള്ള ഭാഗത്തിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഇനാമൽ. ഇനാമൽ. ഓക്കെ, കടുപ്പമുള്ള ഭാഗത്തെ നമ്മൾ പറയുന്നത് ഇനാമൽ ആണ്. സ്ട്രക്ചർ ഓഫ് ടൂത്ത് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനാമൽ, അതുപോലെ ഡെന്റൽ, പൾപ്പ് ക്യാവിറ്റി, ഏറ്റവും അടിയിലായിട്ട് സിമെന്റ്. ഇനി 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ അടുത്ത് നോക്കിക്കേ. ക്ലോറോപ്ലാസ്റ്റ് എന്നതിനുള്ള ഭാഗങ്ങൾ അടയാളപ്പെടുത്താണ്. എഗ്സ് എന്ന് പറയുന്നത് എന്താണ്? എഗ്സ് എന്ന് പറയുന്നത് ഗ്രാനയാണ്. വൈ എന്ന് പറയുന്നത് സ്ട്രോമയാണ്. ഗ്രാനയിൽ വെച്ച് നടക്കുന്നത് എന്താണ്? ലൈറ്റ് റിയാക്ഷൻ ആണ്. ഗ്രാനയിൽ വെച്ച് നടക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശഘട്ടമാണ്. സ്ട്രോമയിൽ വെച്ച് നടക്കുന്നത് എന്താണ് മക്കളെ? ഡാർക്ക് റിയാക്ഷൻ ആണ്, ഇരുണ്ട ഘട്ടമാണ്. ഓക്കെ, ഇരുണ്ട ഘട്ടമാണ്. എക്സ്പ്ലെയിൻ ദ ഫോട്ടോസിന്തറ്റിക് പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ YN അല്ലെ, രണ്ടിനെയും കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്, പ്രകാശഘട്ടം. ഇരുണ്ട ഘട്ടം എന്താണ്? സ്ട്രോമയിലാണ് നടക്കുന്നത്. ലൈറ്റിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. അവിടെ ഓക്സിജനെ ഹൈഡ്രജനെ സ്പ്ലിറ്റ് ചെയ്യാണ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനും ആക്കുകയാണ്. ആ കിട്ടുന്ന ഹൈഡ്രജനെ നേരെ ഇങ്ങോട്ടേക്ക് വിടുന്നു, ഇരുണ്ട ഘട്ടത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവിടെ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ഫേസിൽ ഈ കിട്ടുന്ന ഹൈഡ്രജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വില്ലസിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. AB അടയാളപ്പെടുത്താം. എയിലേക്ക് ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങൾ ഏതെല്ലാം? വില്ലസിന്റെ ഘടന പദാർത്ഥ ആഗിരണത്തിന് എത്രത്തോളം അനുയോജ്യം? എങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നാണ്. A എന്ന് പറയുന്നത് ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകളാണ്. B എന്ന് പറയുന്നത് ലാക്റ്റിയലാണ്. രക്തലോമികളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെയാണ്. അതേസമയം ലാക്റ്റിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. അത് ഓർത്ത് വെക്കുക. കൊഴുപ്പും ഗ്ലിസറോളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ലാക്റ്റിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല വില്ലസ് എന്തു ചെയ്യുന്നു? ഇവിടെ അബ്സോർപ്ഷൻ ഈ സർഫസ് ഏരിയ കൂട്ടുന്നു. ഇൻഡസ്റ്റൈനിലുള്ള സർഫസ് ഏരിയ കൂട്ടി അവിടെ എന്ത് ചെയ്യുന്നു? മാക്സിമം ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ വില്ലസുകളാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചു വെക്കുക. അപ്പം A+ എല്ലാവരും എന്ത് ചെയ്യണം? പക്ക ഷുവർ ആക്കിയിരിക്കണം. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. A+ പക്ക സെറ്റ് ആക്കണം. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ see you soon in the next video.